ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഡീപ്സീക്കിന്റെ സമീപകാല കുതിച്ചുചാട്ടം യുഎസ് ടെക് വ്യവസായത്തിൽ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കൻ ടെക് ഭീകരന്മാർക്ക് ഗണ്യമായ വെല്ലുവിളി ഉയർത്തുന്നു. ഡീപ്സീക്കിന്റെ അപ്രതീക്ഷിത ഉയർച്ച യുഎസിലെ പ്രധാന ടെക് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഗണ്യമായ ഇടിവിന് കാരണമായി. എൻവിഡിയ, ആൽഫബറ്റ്, ഓപ്പൺഎഐ എന്നിവയ്ക്ക് കൂടുതൽ ഇടിവ് സംഭവിച്ചു. വിപണി മൂല്യത്തിലെ ഇടിവ് ഡീപ്സീക്കിന്റെ ഉയർച്ച യുഎസ് ടെക് വ്യവസായത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ വ്യക്തമായ സൂചനയാണ്. എഐ ചിപ്പുകളുടെ മുൻനിര നിർമ്മാതാക്കളായ എൻവിഡിയയുടെ ഓഹരി വില 16% ഇടിഞ്ഞത്. ഇത് വിപണി മൂല്യത്തിൽ ഗണ്യമായ നഷ്ടത്തിന് കാരണമായി. അതുപോലെ ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റും പ്രമുഖ എഐ ഗവേഷണ സ്ഥാപനമായ ഓപ്പൺ എഐയും തങ്ങളുടെ ഓഹരി വിലകളിൽ ഇടിവ് നേരിട്ടു. യഥാക്രമം 2%വും 3% വരെയാണ് നഷ്ടം നേരിട്ടത്. ഈ ഇടിവുകളുടെ സഞ്ചിത ഫലം അമ്പരപ്പിക്കുന്നതാണ്. ഏകദേശം $600 ബില്യൺ വിപണി മൂല്യം തുടച്ചു നീക്കപ്പെട്ടുവെന്ന് തന്നെ പറയാം. യുഎസ് ടെക് വ്യവസായത്തിന് ഡീപ്സീക്ക് ഉയർത്തുന്ന ഗണ്യമായ വെല്ലുവിളിയുടെ വ്യക്തമായ സൂചനയാണിത്. കമ്പനിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച നിരവധി വ്യവസായ നിരീക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ടെക് മേഖലയിലുടനീളം അതിന്റെ സ്വാധീനം അനുഭവപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഡീപ്സീക്കിന്റെ പെട്ടെന്നുള്ള പ്രശസ്തിയിലേക്ക് ഉയർന്നുവരുന്നതിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വാഭാവിക ഭാഷാ പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ ദർശനം എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക എഐ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഒരു പ്രധാന ഘടകം. വേഗത്തിൽ പഠിക്കാനും പൊരുത്തപ്പെടാനുമുള്ള കഴിവുൾപ്പെടെ ഡീപ്സീക്കിന്റെ എഐ സിസ്റ്റങ്ങൾ ശ്രദ്ധേയമായ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് സാധ്യതയുള്ള ഉപഭോക്താക്കളെ വളരെയധികം ആകർഷിക്കുന്നു. ടെക് വ്യവസായത്തിലെ പ്രധാന വമ്പന്മാരുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് ഡീപ്സീക്കിന്റെ വിജയത്തിന് കാരണമായ മറ്റൊരു ഘടകം. നിരവധി പ്രമുഖ ചൈനീസ് ടെക് കമ്പനികളുമായി കമ്പനി പങ്കാളിത്തം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഡീപ്സീക്കിന് കാര്യമായ വിഭവങ്ങളും വൈദഗ്ധ്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഡീപ്സീക്കിന്റെ ഉയർച്ച യുഎസ് ടെക് വ്യവസായത്തിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് കമ്പനികൾക്ക് വിപണി വിഹിതം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് പ്രധാന ആശങ്ക. ഡീപ്സീക്കിന്റെ പ്രവർത്തനങ്ങൾ വളർന്നു വികസിക്കുന്നത് തുടരുമ്പോൾ എൻവിഡിയ, ആൽഫബറ്റ്, ഓപ്പൺ എഐ എന്നിവയുൾപ്പെടെയുള്ള യുഎസ് ടെക് കമ്പനികൾക്ക് ഇതൊരു പ്രധാന വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. യുഎസ് ദേശീയ സുരക്ഷയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതമാണ് മറ്റൊരു ആശങ്ക. ദേശീയ സുരക്ഷയ്ക്ക് എഐ സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതിനാൽ ഡീപ്സീക്ക് പോലുള്ള ചൈനീസ് കമ്പനികളുടെ വളർച്ച യുഎസ് താൽപ്പര്യങ്ങൾക്ക് പ്രധാന വെല്ലുവിളി ഉയർത്തുന്നു. യുഎസ് കമ്പനികൾ വികസിപ്പിച്ചെടുത്തതിനേക്കാൾ മികച്ച എഐ സംവിധാനങ്ങൾ ചൈനീസ് കമ്പനികൾ വികസിപ്പിച്ചെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് യുഎസ് ദേശീയ സുരക്ഷയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഡീപ്സീക്ക് ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ യുഎസ് ടെക് കമ്പനികൾ വേഗത്തിൽ നവീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഗവേഷണത്തിലും വികസനത്തിലും ഗണ്യമായ നിക്ഷേപം ആവശ്യമാണ്. അതുപോലെ മറ്റ് കമ്പനികളുമായും സംഘടനകളുമായും തന്ത്രപരമായ പങ്കാളിത്തം ആവശ്യമാണ്. യുഎസ് ടെക് വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിൽ യുഎസ് ഗവൺമെന്റ് പങ്കുവഹിക്കേണ്ടതുണ്ട്. ഗവേഷണത്തിനും വികസനത്തിനും ധനസഹായം നൽകുന്നതും യുഎസ് ടെക് കമ്പനികളുടെ വളർച്ചയെയും വികാസത്തെയും പിന്തുണയ്ക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നതും ഇതിൽ ഉൾപ്പെട്ടേക്കാം. ഡീപ്സീക്കിന്റെ ഉയർച്ച യുഎസ് ടെക് വ്യവസായത്തിന് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നു. കമ്പനി വളർന്ന് പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുമ്പോൾ എൻവിഡിയ, ആൽഫബറ്റ്, ഓപ്പൺ എഐ എന്നിവയുൾപ്പെടെയുള്ള യുഎസ് ടെക് കമ്പനികൾക്ക് ഇതൊരു പ്രധാന വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. ഈ വെല്ലുവിളി നേരിടുന്നതിന് യുഎസ് ടെക് കമ്പനികൾ വേഗത്തിൽ നവീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതേസമയം വ്യവസായം മത്സരക്ഷമത നിലനിർത്താൻ സഹായിക്കുന്നതിന് യുഎസ് ഗവൺമെന്റ് പിന്തുണയും ധനസഹായവും നൽകേണ്ടതുണ്ട്.